السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضا الله. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما تدري نفس بأي أرض تموت. പരിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. القبر أول منزل من منازل الآخرة وآخر منزل من منازل الدنيا، فمن نجا منه فما بعده أيسر، وإن لم ينجو منه فما بعده أشد. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ اغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة محمد صلى الله عليه وسلم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുമായി സംബന്ധിക്കട്ടെ. വളരെ മലീമസമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ലോകം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ അധപ്പതനത്തിൻ്റെ അധമഭാവ തലങ്ങളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കി അള്ളാഹു ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ഹബീബായ തങ്ങളുടെ പൊരുത്തം ലഭിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ, ആ ജീവിതം കൊണ്ട് നാളെ ഖബറും പരലോകവും മഹ്ശറയും ഒക്കെ രക്ഷപ്പെട്ട് ഹബീബായ തങ്ങളോടൊപ്പം സ്വർഗം പുൽകാൻ ഏതൊരു മനുഷ്യൻ്റെയും അഭിലാഷമായ അവൻ്റെ ഉടമസ്ഥനെ ഒരു നോക്ക് കാണാൻ നമുക്ക് സൗഭാഗ്യം ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. മഹാന്മാര് പഠിപ്പിക്കുന്നു, സബഅതു അശ്യാഇൻ തുനവ്വിറുൽ ഖബറ. ഖബറുകൾ പ്രകാശിക്കപ്പെടുന്ന 7 കാര്യങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചു. ഏതൊരു മനുഷ്യനും മരിക്കും, അതിലൊരു സംശയവുമില്ല. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനും പഠിപ്പിച്ചത് അതെങ്ങനെയാണ്. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. എവിടെ വെച്ചാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ് ഒരാൾ എങ്ങനെയാണ് മരിക്കുക, അവന്റെ മരണം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് ഒരാൾക്കും പറയാൻ കഴിയില്ലല്ലോ. എന്നാൽ അള്ളാഹുവിനെ മാത്രം അറിയുന്ന ഒരു കാര്യമാണത്. എന്നാൽ മഹാന്മാര് പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ തുനവ്വിറുൽ ഖബറ, അവന്റെ ഖബർ പ്രകാശിക്കുന്ന 7 കാര്യങ്ങളെ മഹാന്മാര് പഠിപ്പിച്ചു. ഈ 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, നമ്മളങ്ങ് മരണപ്പെട്ടിട്ട് ആളുകൾ നമ്മളെ കുളിപ്പിച്ച് കഫം ചെയ്ത് നിസ്കരിച്ച് പള്ളിപ്പറമ്പിൽ കൊണ്ടുവച്ചാൽ ആ മറമാടിയതിന് ശേഷം ആളുകളൊക്കെ പിരിഞ്ഞു പോരുമ്പോ അവന്റെ ഖബർ പ്രകാശിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ച 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ്, അത് മനസ്സിലാക്കാനാണ് ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമായി ഞാനൊരു കഥ പറയട്ടെ, ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫയാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗം നൽകാമെന്ന് പറഞ്ഞ സ്വഹാബിയാണ്. ആ സ്വഹാബി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഖബർ കണ്ടാൽ പൊട്ടി കരയുമായിരുന്നു. സ്വഹാബത്ത് ചോദിച്ചു, ഉസ്മാൻ
ഉസ്മാൻ തങ്ങളെ എന്തിനാ നിങ്ങൾ കരയുന്നത്? ഖബർ കാണുമ്പോൾ നിങ്ങൾ വല്ലാത്ത കരച്ചിലാണല്ലോ. മഹാന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്, ഖബർ കണ്ടാൽ പിന്നെ മഹാനായ ഉസ്മാൻ തങ്ങളുടെ ഇരുനയനത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. മഹാനായ ഉസ്മാൻ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നിങ്ങൾ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫയാണ്, അള്ളാഹു സ്വർഗത്തിന്റെ, അള്ളാന്റെ മുത്തുനബി സ്വർഗത്തിന്റെ ടിക്കറ്റ് തന്ന പ്രവാചകരാണ്, എന്തിനാണ് ഉസ്മാൻ തങ്ങളെ നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനായ ഉസ്മാൻ തങ്ങൾ കൊടുത്ത ഒരു മറുപടി ഓർമ്മപ്പെടുത്തട്ടെ. മഹാനായ ഉസ്മാൻ തങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? സ്വഹാബത്തിനോട് ഉസ്മാൻ തങ്ങൾ പറയാണ്, സ്വഹാബാ, ഞാനെങ്ങാനും അങ്ങ് മരണപ്പെട്ടു പോയാൽ, ഈ ലോകത്തോട് ഉസ്മാനെങ്ങാനും അങ്ങ് വിട പറഞ്ഞാൽ, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, ആളുകളുണ്ട്, കൂട്ടുകാരുണ്ട്, കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ദുനിയാവിന്റെ ആഡംബരങ്ങളുണ്ട്, അലങ്കാരങ്ങളുണ്ട്, സുഖസുന്ദരമായ ജീവിതം അല്ലാഹു തന്നിട്ടുണ്ട്. പക്ഷേ ഉസ്മാനെങ്ങാനും, ഉസ്മാനിന്റെ റൂഹിനെ എങ്ങാനും അസ്റായീൽ അങ്ങ് പിടിച്ചാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യം ആലോചിച്ചിട്ടാ ഞാൻ കരഞ്ഞു പോയത്. ദുനിയാവിൽ എൻ്റെ കൂടെ ആളുകളുണ്ടായിരുന്നു, എൻ്റെ നടത്തത്തിൽ, എൻ്റെ ഇരുത്തത്തിൽ, എൻ്റെ പ്രവർത്തനങ്ങളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ആളുകളുണ്ടായിരുന്നു. എല്ലാവരുടെയും സ്വാധീനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഉസ്മാനങ്ങ് മരണപ്പെട്ടിട്ട് നിങ്ങൾ കുളിപ്പിച്ച് കഫം ചെയ്ത് നിസ്കരിച്ചിട്ട് എന്നെ പള്ളിപ്പറമ്പിൽ അടക്കം ചെയ്യുമല്ലോ. ആ അടക്കം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടാരാണുള്ളതെന്ന പേടിയാണ് എന്നെ കരയിപ്പിച്ചതെന്ന് മഹാനായ ഉസ്മാൻ തങ്ങള് തീർന്നില്ല. ചരിത്രം പറയുകയാണ്, കരഞ്ഞിട്ട് തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ധാരയായി ഒഴുകിയിട്ട് മഹാനായ ഉസ്മാൻ തങ്ങളുടെ മുഖത്ത് കണ്ണുനീരൊഴുകിയ പാടുണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. മഹാനായ ഉസ്മാൻ തങ്ങൾ പറയാണ്, ആ ഖബറിനെ വല്ലാണ്ട് പേടിക്കണേ. എന്താ അതിന് മഹാനായ ഉസ്മാൻ തങ്ങൾ മറുപടി പേടിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? അള്ളാന്റെ മുത്തുനബി പഠിപ്പിച്ചുവല്ലോ, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബറുണ്ടല്ലോ, അത് നാളെ പരലോകത്തെ വീടുകളിൽ വെച്ച് ആദ്യത്തെ ഭവനമാ. തീർന്നില്ല, വആഖിറു മൻസിലിൻ മിൻ മനാസിലി ദുനിയാ. ദുനിയാവിന്റെ വീടുകളിൽ വെച്ച് അവസാനത്തെ വീടും അത് ഖബറാ. എന്നിട്ട് ഹബീബായ തങ്ങളെ പറഞ്ഞു, ജീവിതത്തിൽ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് നടന്നു നീങ്ങുന്ന സമൂഹത്തോട് ഓർമ്മപ്പെടുത്തട്ടെ, ആലോചിക്കണേ സഹോദരാ. പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട്, സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. ഹബീബായ തങ്ങൾ പറയാണ്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബറുണ്ടല്ലോ, അത് നാളെ പരലോക ജീവിതത്തിലെ ആദ്യത്തെ വീടാ. ആലമുൽ ബർസഖ്, ഈ ബർസഖ്, ഈ ജീവിതം തുടങ്ങുന്നത് അത് നിന്റെ തറവാടായ ഖബറിൽ വെച്ചിട്ടാണ്. തീർന്നില്ല, ഹബീബായ മുത്തുനബി പറഞ്ഞു, വആഖിറു മൻസിലിൻ മിൻ മനാസിലി ദുനിയാ. നിന്റെ ദുനിയാവിൽ വെച്ചിട്ട് അവസാനത്തെ വീടും അത് ഖബറാ. എന്തേ കരയാനുള്ള കാരണം? എന്നിട്ട് മുത്തുനബി പറഞ്ഞു, ഫമൻ നജാ മിൻഹു. ആരെങ്കിലും ആ ഖബറിൽ, ദുനിയാവിലെ അവസാനത്തെ വീടായ, ബർസഖി ജീവിതത്തിലെ ആദ്യത്തെ വീടായ ആ ഖബറിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ, ഫമാ ബഅദഹു ഐസറു, ഫമാ ബഅദഹു ഐസറു. അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം, ഖബറാവട്ടെ, അവിടുത്തെ ഹിസാബാവട്ടെ, അവിടുന്ന്
അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതമുണ്ടല്ലോ, നാളെ മഹ്ശറാവട്ടെ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പരലോകത്ത് അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം സിറാത്താണെങ്കിലും അത് വിചാരണയാണെങ്കിലും എല്ലാം അവനിക്ക് എളുപ്പമാണ്. അല്ലാഹുവേ, അവിടെ വിജയിച്ച മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഫമൻ നജാ മിൻഹു, അവിടെ അവൻ രക്ഷപ്പെട്ടാൽ ആ ഖബറിൽ അവനിക്ക് രക്ഷയുണ്ട് എങ്കിലോ ഫമാ ബഅദഹു ഐസറു, ബാക്കിയുള്ള അവന്റെ മുന്നോട്ടുള്ള ബർസഖി ജീവിതം അവന് എളുപ്പമാണ്. ഇനി അങ്ങനെയല്ല, ഉസ്മാൻ തങ്ങൾ കരഞ്ഞതിന്റെ കാരണമാണ് വഇല്ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയാ, വഇല്ലം യൻജു, ദുനിയാവിൽ ചെയ്ത പാപങ്ങളുടെ, ദുനിയാവിൽ ചെയ്ത തെറ്റുകളുടെ, ജീവിതത്തിൽ വന്നുപോയ അബദ്ധസഞ്ചാരങ്ങളുടെ അരുതായ്മകളുടെ പേരിൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഖബറാകുന്ന നിന്റെ ആദ്യത്തെ ബർസഖി വീടുണ്ടല്ലോ, ദുനിയാവിലെ അവസാനത്തെ വീടുണ്ടല്ലോ, ആ വീട്ടിലെങ്ങാനും അള്ളാഹു നിന്നെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഫമാ ബഅദഹു അശദ്ദു, ഫമാ ബഅദഹു അശദ്ദു, അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതമുണ്ടല്ലോ, അത് ഹിസാബാവട്ടെ, ഖബറിലെ ചോദ്യങ്ങളാവട്ടെ, അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ ജീവിതത്തിൻ്റെയും ഓരോ സമയങ്ങളും അവന്റെ ദുർഘടമായ സമയമാണ്, പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, വിഷമങ്ങളാണ് അവനെ തേടി വരിക. അതുകൊണ്ടാണ് ഉസ്മാൻ തങ്ങൾ കരഞ്ഞു പോയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഉസ്മാൻ തങ്ങൾ കരഞ്ഞ സൈനബ് ബീവി റളിയല്ലാഹു തആല അൻഹ ഇടിക്കിയ ആ ഖബറിൽ നിന്ന് രക്ഷപ്പെടണോ, ഹബീബായ തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ ആ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന്, ആ ഖബറിന്റെ ഭീകരമായ ബീഭത്സമായ അവസ്ഥയിൽ നിന്ന്, ആ ഖബറിന്റെ പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടണോ, മഹാന്മാര് പഠിപ്പിക്കുകയാണ്, സബഅതു അശിയാഇൻ തുനവ്വിറുൽ ഖബറ, 7 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ, നിന്റെ ഖബർ വിജയമാണ്, നിന്റെ ഖബറിൽ രക്ഷയാണ്, നിന്റെ ജീവിതത്തിൽ നാളെ ബർസഖി ജീവിതത്തിൽ നീ വിജയിയാണ്. പരാജിതരെ തൊട്ടുറപ്പ് നമ്മളെ കാക്കുമാറാവട്ടെ. എന്നിട്ട് മഹാനായ ഉസ്മാൻ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയാണ്, ഇൻ കുന്ത ഫിന്നാർ, ഈ ഖബർ കാണുമ്പോ കരയാനുള്ള കാരണമാണ് ഉസ്മാൻ തങ്ങൾ പറയുന്നത്, ഇൻ കുന്ത ഫിന്നാരി, ഞാൻ നരകത്തിലാണെങ്കിലോ, ഞാൻ നരകത്തിലാണെങ്കിൽ കുന്തു മഅന്നാസ്, എൻ്റെ കൂടെ ജനങ്ങളുണ്ടല്ലോ, വഇൻ കുന്ത ഫിൽ ഖിയാമ, ഞാൻ ഖിയാമത്തിന്റെ നാളിൽ അല്ലാഹുവിന്റെ പരലോകത്തന്നെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ കുന്തു മഅന്നാസ്, അവിടെയും എൻ്റെ കൂടെ ജനങ്ങളുണ്ട്. വഇൻ കുന്ത ഫിൽ ഖബരി, എന്നെ ഖബറിലേക്ക് ഉസ്മാന നിങ്ങളങ്ങ് ഖബറിലേക്ക് വെച്ചാൽ ലം യകുൻ മഈ അഹദുൻ, ലം യകുൻ മഈ അഹദുൻ, എൻ്റെ കൂടെ ഒരാളുമില്ലല്ലോ, ഫലിദാലിക അബ്കി, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് മഹാനായ ഉസ്മാൻ തങ്ങൾ പറഞ്ഞതെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട്, എന്നെ കേൾക്കുന്ന ഉമ്മമാരോട്, എന്നെ കേൾക്കുന്ന ഉപ്പമാരോട്, എന്നെ കേൾക്കുന്ന സ്നേഹിതരോട് ഓർമ്മപ്പെടുത്തട്ടെ, സബഅതു അശിയാഇൻ, 7 കാര്യങ്ങൾ തുനവ്വിറുൽ ഖബറ, നിന്റെ ഖബർ പ്രകാശിപ്പിക്കുന്നതാണ്, നിന്റെ ഖബർ ജീവിതം രക്ഷപ്പെടുത്തുന്നതാണ്. അതിലൊന്നാമത്തത് ഏതാണെന്നറിയോ, അൽ ഇഖ്ലാസു ലില്ലാഹി തആല, നിന്റെ ഇബാദത്തുകളിൽ നിഷ്കളങ്കമായി അല്ലാഹുവിനെ ആരാധിക്കലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിഷ്കളങ്കമായി റബ്ബിനെ ആരാധിക്കലാണ്. നിന്റെ ഇബാദത്തിൽ നിഷ്കളങ്കമായി നിന്റെ ഇബാദത്തിൽ അല്ലാഹുവിനെ ആരാധിക്കലാണ്. അല്ലാഹു തൗഫീഖ്
തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എങ്ങനെയാണ് നിഷ്കളങ്കമായ ആരാധന? എങ്ങനെയാണ് നിഷ്കളങ്കമായ ആരാധന? എങ്ങനെയാണെന്നറിയോ? മഹാനായ അലിയാർ തങ്ങളുടെ ഒരു ചരിത്രം പറയട്ടെ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല യുദ്ധത്തിന് പുറപ്പെടുകയാണ്. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന സമയത്താണ് മഹാനായ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശത്രുവിനെ തന്റെ കാലിന്റെ താഴെ ശത്രു വീണ് കിടക്കുന്നത് കണ്ടപ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ അടുക്കളത്തിൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അലിയാർ തങ്ങളുടെ ശത്രു നിലത്ത് കിടക്കുന്നത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കാണുന്നത്. കയ്യിലുണ്ടായിരുന്ന വാളെടുത്ത് ആ ശത്രുവിനെ വെട്ടാൻ വേണ്ടി ചെന്ന സമയത്താണ് ആ ശത്രു മഹാനായ അലിയാർ തങ്ങളെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയത്. മഹാനായ അലിയാർ തങ്ങളെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയപ്പോ മഹാനായ അലിയാർ തങ്ങൾക്ക് ദേഷ്യം വന്നു. എങ്കിലും ആ ഇസ്ലാമിന്റെ ശത്രുവിനെ വെറുതെ വിട്ടപ്പോ ഇതെല്ലാം സ്വഹാബത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അലിയാരോട് ചോദിച്ചു, അല്ല അലിയെ എന്ത് പ്രവർത്തനമാണ്, എന്താണ് നിങ്ങൾ ചെയ്തത് അലിയേ? നിങ്ങളുടെ മുമ്പിൽ ഇസ്ലാമിന്റെ ശത്രുവിനെ കയ്യിൽ കിട്ടിയിട്ട് എന്തിനാണ് നിങ്ങളെ വെറുതെ വിട്ടതെന്ന് ചോദിച്ചപ്പോ അലിയാർ തങ്ങൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഞാൻ ഈ യുദ്ധത്തിൽ പങ്കെടുത്തത് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയാണ്. ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ ശത്രുവിനെ ഞാൻ അങ്ങ് വധിക്കാൻ ചെന്നപ്പോ അവൻ എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയപ്പോഴാണ് ഞാൻ അവനെ വധിച്ച് കളഞ്ഞതെങ്കില് സ്വഹാബാ, അവൻ എന്റെ മുഖത്ത് തുപ്പിയതിന്റെ വാശിക്കാണ് ഞാൻ അവനെ കൊന്നുകളഞ്ഞത്. അതിൽ അള്ളാഹുവിന്റെ പൊരുത്തം എനിക്ക് ലഭിക്കില്ല. അത് ഇഖ്ലാസോടെയുള്ള ഒരു യോദ്ധാവായി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനായി റബ്ബെന്നെ പരിഗണിക്കില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് റബ്ബ് ഇഷ്ടപ്പെടുകയും പൊരുത്തപ്പെടുകയും നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ ഉതകുന്നതുമായ അമലായി അള്ളാഹു സ്വീകരിക്കണമെന്ന ഒരാഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് സ്വഹാബാ ഞാൻ അവനെ വെറുതെ വിട്ടുകളഞ്ഞത്. എന്റെ ഇബാദത്തുകളിൽ മുഴുവനും നിഷ്കളങ്കമായി അള്ളാഹുവിനെ ആരാധിക്കണമെന്ന ചിന്തയാണ് എന്റെ മനസ്സിലുള്ളത് സ്വഹാബാ എന്ന് മഹാനായ അലിയാർ തങ്ങൾ പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ അമലുകൾ എങ്ങനെയാ? നമ്മുടെ അമലുകൾ എങ്ങനെയാണ്? നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പ്രജീവിതം എങ്ങനെയാണ് പോകുന്നതെന്ന് ആലോചിച്ചു നോക്ക്. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. എല്ലാം നെവർ മൈൻഡോടെ, അതൊക്കെ നാളത്തെ ജീവിതമല്ലേ, അത് മരിച്ചതിന് ശേഷമല്ലേ, അതിലെല്ലാം റബ്ബ് പൊറുക്കുമല്ലോ എന്നിങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിക്കുന്ന മനുഷ്യ, ഇതിനെല്ലാം റബ്ബ് നിന്നെ ചോദ്യം ചെയ്യപ്പെടുമല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ ഖബറിൽ, നീ ഒറ്റക്കുള്ള ഖബറിൽ, പാമ്പുകളുള്ള, തേളുകളുള്ള, ആരാരുമില്ലാത്ത മൂടുകല്ല് വെച്ചിട്ട് തിരിച്ചു പോന്നാൽ, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഖബർ, ആ ഖബറിന്റെ ഉള്ളറകളിൽ നീ ഒറ്റക്കാണ്. ആ ഖബറിൽ നിനക്ക് രക്ഷ വേണോ? അൽ-ഇഖ്ലാസു ലില്ലാഹി തആല, നിന്റെ ഇബാദത്തിൽ അല്ലാഹുവിനോട് നിഷ്കളങ്കമായി ഇബാദത്ത് ചെയ്യലാണ്. അവനെ പേടിയോടെ, ഭയത്തോടെ, തഖ്വയോടെ നിന്റെ അമലുകൾ ചെയ്യലാണ്. നിന്റെ നിസ്കാരം അത് റബ്ബിനുള്ളതാണ്. നിന്റെ സക്കാത്താവട്ടെ, നോമ്പാവട്ടെ, സ്വതഖകളാവട്ടെ, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ നന്മകൾ ചെയ്യുന്നുണ്ടോ, ആ നല്ല കാര്യങ്ങൾ മുഴുവനും റബ്ബിന്റെ മാർഗത്തിലായി നിന്റെ ഇഖ്ലാസോടെയാണ്, ഭയഭക്തിയോടെയാണ്, തഖ്വയോടെയാണ് നീ ചെയ്യുന്നതെങ്കിൽ തുനവ്വിറുൽ ഖബറ, പേടിക്കണ്ടടോ, നിന്റെ ഖബർ പ്രകാശിക്കുന്നതാണ്, ബർസഖ് സുഖകരമാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്.
രണ്ടാമതായിട്ട് മഹാന്മാര് പഠിപ്പിക്കുന്നു, നിന്റെ ഖബർ ഉസ്മാൻ തങ്ങൾ കരഞ്ഞ ഫാത്തിമ ബീവിയെ പോലും ചോദ്യം ചെയ്ത, എല്ലാവരെയും ചോദ്യം ചെയ്യുമെന്ന് ഹബീബായ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ മഹാനായ മഹദിയായ ആയിഷ ബീവിയുടെ മുമ്പിലൂടെ ഒരു പിഞ്ചുകുട്ടിയുടെ ജനാസ കൊണ്ടുപോകുമ്പോ ആയിഷ ബീവി ഇങ്ങനെ ഇരുന്ന് കരയുകയാണ്. ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ, എന്തിനാ നിങ്ങളുടെ ചാരത്തൂടെ കൊണ്ടുപോയ ജനാസ അതൊരു കുട്ടിയുടെ ജനാസയല്ലേ, എന്തിനാ നിങ്ങൾ കരയുന്നതെന്ന് ആയിഷ ബീവിയോട് ചോദിച്ചപ്പോ ആയിഷ ബീവി പറഞ്ഞു, അത്രേ, ഞാൻ കരഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഖബറിൽ ആ കുട്ടിയോടും ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുമല്ലോ, ആ കുട്ടിയോടും ആ കുട്ടിയെയും ഖബറെടുക്കപ്പെടുമല്ലോ, ആ ഖബറിലേക്ക് ഈ ആയിഷയുടെ ശരീരവും കൊണ്ടുവെക്കേണ്ടതാണല്ലോ എന്ന് പേടിച്ചിട്ടാണ് മഹദിയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ലോകത്തിന്റെ ഉമ്മയായ മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ കരഞ്ഞതെങ്കിലോ. ഓർമ്മപ്പെടുത്തട്ടെ, നിന്റെ ഖബർ വിശാലമാകാൻ, നീ കിടക്കുന്ന ഖബർ സുന്ദരമാകാൻ, നീ കിടക്കുന്ന ഖബർ അത് പ്രകാശിക്കാൻ മഹാന്മാര് പഠിപ്പിച്ച രണ്ടാമത്തെ കാര്യമാണ് ബിർറുൽ വാലിദൈൻ. നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മാതാപിതാക്കളെ പടിയടച്ച് പിണ്ടം വെക്കുന്നവരാ നമ്മള്, മാതാപിതാക്കളെ അകറ്റി നിർത്തുന്നവരാണ് നമ്മള്, മാതാപിതാക്കളെ പടിയടച്ച് പിണ്ടം വെക്കുന്നവരാണ്, അകറ്റി നിർത്തുന്നവരാണ്. അതിനേക്കാൾ ഭയാനകതയാണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ പല ഭാഗങ്ങളിലും നമ്മൾ കണ്ടുവല്ലോ. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെന്നല്ല, നമ്മുടെ പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പല ജില്ലകളിലും ലഹരിക്കടിമകളായിക്കൊണ്ട്, മക്കളുടെ വളർത്തുദോഷം കൊണ്ട് ലഹരിക്കടിമകളായിക്കൊണ്ട് മാതാവിനെ നിട്ടൂരം കൊന്നുകളഞ്ഞത്, തലക്കടിച്ചത്, മാതാവിനെ ആക്രമിച്ചത്, പിതാവിനെ കഷ്ടങ്ങളായി മുറിച്ച് ബാഗിലാക്കിയത്, ഇങ്ങ് തുടങ്ങിയിട്ട് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന, ഒരു മനുഷ്യനെ കഴിയാത്ത മനസാക്ഷിയെ മരവിപ്പിക്കുന്ന, മറ്റുള്ള ഏത് നീച 6-ാം നൂറ്റാണ്ടിനെ പോലും വെല്ലുന്ന ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ലോകത്തിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഓർമ്മപ്പെടുത്തട്ടെ, നീ കിടക്കേണ്ട നിന്റെ വീടായ ഖബർ അത് പ്രകാശിക്കണോ. ബിർറുൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ മാതാപിതാക്കളെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ, ആ മാതാപിതാക്കൾക്ക് വേണ്ടത് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ, ആ മാതാപിതാക്കളെ വേണ്ട രീതിയിൽ അവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വലിയ ഭയാനകമാണ്. അല്ലാഹു തൗഫീഖ് നൽകും. അല്ലാഹു മാതാപിതാക്കളെ പരിഗണിക്കാൻ, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാതാപിതാക്കളുടെ കുരുത്തം സമ്പാദിക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ഉമ്മ പറഞ്ഞത് കേൾക്കാതെ ഹജ്ജിന് പോയ ഫളിൽ തങ്ങളുടെ ചരിത്രം നമുക്കറിയാം. ഉമ്മ പറഞ്ഞത് കേൾക്കാതെ മലമുകളിൽ ഇബാദത്തിന് പോയ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. ഉമ്മയുടെ പൊരുത്തമില്ലാതെ മരിച്ചുപോയ ഒരു സ്വഹാബി കലിമ ചൊല്ലാതെ മരിച്ചുപോയതും നമുക്കറിയാം. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ട 6 കാര്യങ്ങളും അടുത്ത വീഡിയോകളിലൂടെ വളരെ വിശാലമായി ചർച്ച ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്, നിന്റെ ഖബർ വിശാലമാകാൻ മഹാന്മാര് പഠിപ്പിച്ചു ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആരുമില്ലാത്ത ഖബർ അത് വിശാലമായി കിട്ടണോ, അത് പ്രകാശിക്കണോ, മൂന്നാമതായി ചെയ്യേണ്ടത് സിലത്തുർ റഹിമി, കുടുംബ ബന്ധം ചേർക്കലാണ്. ലോകത്ത് വലിയ ഒരു പ്രശ്നമാണിത്. കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിച്ച് കളയുകയും കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കി കളയുകയും
മുറിച്ചു കളയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉപ്പക്ക് മകനെ കണ്ടുകൂടാ, ഉമ്മക്ക് മക്കളെ കണ്ടുകൂടാ, മക്കളും ഉമ്മയും വാപ്പയും എല്ലാവരും തമ്മിൽ പ്രശ്നങ്ങളാണ്, അനൈക്യങ്ങളാണ്. കുടുംബങ്ങൾ തമ്മിൽ രൂക്ഷമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ നടന്നു പോകുമ്പോ ഓർമ്മപ്പെടുത്തട്ടെ, നീ ഒറ്റക്ക് കിടക്കുന്ന നിന്റെ മണ്ണറ, ആരാരുമില്ലാത്ത ആ ഖബറാകുന്ന മണ്ണറ, അത് പ്രകാശിക്കണോ. സിലത്തുർ റഹീമി, നിന്റെ കുടുംബ ബന്ധം ചേർക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിനെ വിശദീകരണം മറ്റു വീഡിയോകളിലൂടെ വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ നാലാമതായിട്ട് മഹാന്മാര് പഠിപ്പിക്കുന്നു, നിന്റെ ഖബർ പ്രകാശിക്കണം. ഉസ്മാൻ തങ്ങൾ പേടിച്ച മഹാന്മാര് മുഴുവനും ദുആ ചെയ്തിരുന്ന ഖബറിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്തിരുന്ന ആ ഖബർ പ്രകാശിച്ച് നിനക്ക് സുന്ദരമായി സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിക്കണോ. നാലാമതായി ചെയ്യേണ്ടത് ആയുസ്സിനെ തെറ്റിൽ പാഴാക്കാതിരിക്കലാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആയുസ് ഒരുപാട് തന്നിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ സുവർണ കാലഘട്ടം ഏതാണെന്നറിയോ? അവനിക്ക് ആരോഗ്യമുള്ള കാലഘട്ടമാണ്. ആ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നിന്റെ ആയുസ്സിനെ തെറ്റിൽ ചെലവഴിക്കാതിരിക്കലാണ്. ഞങ്ങൾക്കതിന് സൗഭാഗ്യം നൽകണേ അല്ലാ. തീർന്നില്ല, അഞ്ചാമതായിട്ട് നിന്റെ ഖബർ പ്രകാശിക്കുന്ന കാര്യമാണ് അല്ലാ യത്തബിഅ ഹവാ. നിന്റെ ശരീരം നിന്നോട് കൽപ്പിക്കുന്ന, നിന്റെ ശരീരം തെറ്റിലേക്ക് നിന്നെ കൊണ്ടുപോകുമ്പോ ദേഹേച്ഛകളെ തടയിടാൻ നിനക്ക് കഴിയുമോ? നിന്റെ വിചാരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നിനക്ക് കഴിയുമോ? തെറ്റിലേക്ക് നിന്നെ നയിച്ചുകൊണ്ടിരിക്കുമ്പോ ആ തെറ്റിൽ നിന്ന് നിന്റെ ശരീരത്തെ പിടിച്ചു കെട്ടാൻ നിനക്ക് കഴിയുമോ? അങ്ങനെ പിടിച്ചു കെട്ടിയാൽ തുനവ്വിറുൽ ഖബറ, നിന്റെ ഖബർ വിശാലവാ, നിന്റെ ഖബർ പ്രകാശമുള്ളതാ. അവിടെ നിനക്ക് സുഖമാ, അവിടെ നിനക്ക് സന്തോഷമാ. മലക്കുകൾ റഹ്മത്തിന്റെ മാലാകമാർ നിന്റെ കൂട്ടിരിക്കാൻ വരികയാണ്. അള്ളാന്റെ മുത്തുനബിയുടെ റൂഹ് പോലും നിന്റെ ചാരത്ത് വരുന്നതാണ്. തൗഫീഖ് നൽകണേ അല്ലാ. അതുകൊണ്ട് ദേഹേച്ഛകൾ, ശരീരം, നഫ്സ്, നിന്റെ സ്വശരീരം തെറ്റിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്ന് മാറി റബ്ബ് പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിച്ചാൽ നിന്റെ ഖബർ പ്രകാശിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാലാമതായിട്ട് മഹാന്മാർ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാ യജ്തഹിദ ഫി ത്വാഅത്ത്, ആരാധനയിൽ നല്ലവണ്ണം അധ്വാനിക്കലാണ്. നന്മക്ക് വേണ്ടി ഇങ്ങനത്തെ വീഡിയോകളൊക്കെ കാണുമ്പോ, ഇങ്ങനത്തെ നന്മകൾ കാണുമ്പോ അത് കേട്ട് അത് ജീവിതത്തിൽ പകർത്തി അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത് അതുകൊണ്ട് അമല് ചെയ്യുക എന്ന ഏറ്റവും നല്ല കർമ്മമാണല്ലോ. നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് നല്ല മൈൻഡിൽ മനസ്സിലാക്കി അത് ജീവിതത്തിന്റെ ഭാഗമാക്കലാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല പ്രവൃത്തി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അയ്യജ്തഹിദ ഫി ത്വാഅത്ത്, നന്മക്കും വേണ്ടി പരിശ്രമിക്കുക, നല്ല കാര്യം ചെയ്യാൻ വേണ്ടി തിരക്കൂട്ടുക. പള്ളിയിൽ വരണോ, വീട്ടിൽ നിന്ന് നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം, മക്കളോട് കരുണ കാണിക്കണം, ഭർത്താവിനോട് കരുണ കാണിക്കണം, ഭാര്യയോട് കരുണ കാണിക്കണം, മക്കളോട് സ്നേഹം കാണിക്കണം, അനുകമ്പയുണ്ടാവണം, ലാളിത്യമുണ്ടാവണം, നാട്ടുകാരോട് നല്ല രീതിയിൽ വർത്തിക്കണം, കുടുംബങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. പരിശുദ്ധമായ ഇസ്ലാം ഏതൊക്കെ കാര്യങ്ങളാണോ നല്ലതെന്ന് പറഞ്ഞത്, ഏതൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ ഒരു മുസൽമാനോട് കൽപ്പിച്ചത്, അത് കൃത്യമായി ജീവിതത്തിൽ ഉണ്ടാവണം. അത് ചെയ്യാൻ മുന്നോട്ട് വരുമ്പോഴാണ് അവന്റെ ഖബർ അത് കാരണമായിട്ട് പ്രകാശിക്കുമെന്ന് മഹാരഥന്മാർ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഏഴാമതായിട്ട് മഹാന്മാർ ഓർമ്മപ്പെടുത്തുകയാണ് ആരാരുമില്ലാത്ത ഖബറിനുള്ളിൽ ഏറ്റവും വലിയ കൂട്ട് റബ്ബാണ്.
ഏറ്റവും വലിയ സഹായം അത് റബ്ബിൻ്റെതാണ്. അവിടെ റെക്കമെൻഡേഷൻ ആളില്ല, അവിടെ സഹായികളില്ല, അവിടെ കൂട്ടുകാരില്ല. ഉമ്മ മരിച്ച അവിടെ വാപ്പയില്ല, വാപ്പ മരിച്ച അവിടെ ഉമ്മയുമില്ല, ഭാര്യയില്ല, മക്കളില്ല, സന്താനങ്ങളില്ല, നാട്ടുകാരില്ല, ആരാരുമില്ലാത്ത ആ ഖബറിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോ മഹാനായ തലവ ഉസ്താദ് പറഞ്ഞുവല്ലോ, മണ്ണിന്റെ തലയണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരു ഭിത്തിയാണതിനുള്ളത്. നല്ല ശീതീകരിച്ച നല്ല മെത്തയിൽ നല്ല കട്ടിലിൽ നല്ല സുന്ദരമായ റൂമിൽ കിടന്നുറങ്ങിയ എനിക്കും നിനക്കും ഖബറിൽ എങ്ങനത്തെ ജീവിതമാണെന്നറിയോ? മണ്ണിന്റെ തലയണ വെച്ചിട്ട് നിന്റെ കഫൻ പുടവ മുഖത്ത് നിന്ന് മാറ്റിയിട്ട് നിന്റെ കവിൾ തടം കുഴച്ച് പാകപ്പെടുത്തി പരിവപ്പെടുത്തിയെടുത്ത മണ്ണിലേക്ക് ചേർത്ത് വെച്ചിട്ട് ആളുകൾ തിരിച്ചു പോരുമ്പോ ഒരാളുടെയും സഹായമില്ലാത്ത, നീ സഹായിച്ചവരൊക്കെ നിസ്സഹായാവസ്ഥയോടെ നിന്നെ നോക്കുന്ന, നീ വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തവര് എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി നോക്കി നിൽക്കുമ്പോ നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സഹായമേതാ? അത് റബ്ബിന്റെ സഹായമാ. ആ റബ്ബിന്റെ സഹായം നിനക്ക് കിട്ടണോ? അയ്യക്ഫുറ ദിക്റുല്ലാഹി തആല. ഈ ഏഴാമത്തെ കാര്യം നിന്റെ ജീവിതത്തിലുണ്ടോ? അല്ലാഹനെ ഓർക്കലിനെ ഇങ്ങനെ അധികരിപ്പിക്കണേ. എൻ്റെ ശരീരം തന്നത് റബ്ബാ, എനിക്ക് കണ്ണ് തന്നത് റബ്ബാ, എൻ്റെ കൈ തന്നത് റബ്ബാ. ഖബർ പ്രകാശിക്കുന്ന ഏഴാമത്തെ കാര്യം മഹാന്മാര് പഠിപ്പിച്ചു. 7 കാര്യങ്ങൾ നിന്റെ ഖബർ പ്രകാശിക്കുന്ന കാര്യമാണല്ലോ. അതിലേഴാമത്തെ കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. അയ്യക്ഫുറ ദിക്റുല്ലാഹി തആല. അല്ലാഹുവിനെ ഓർക്കലിനെ അധികരിപ്പിക്കുക. ആരാരുമില്ലാത്ത മണ്ണറക്കുള്ളിൽ അവിടെ റബ്ബ് നിനക്ക് സഹായത്തിനുണ്ടാകും. ഖബർ വിശാലമാകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് റബ്ബെല്ലാം നമുക്ക് തന്നു. എല്ലാ സൗഭാഗ്യങ്ങളും അല്ലാഹു തന്നില്ലയോ? എല്ലാ സുഖങ്ങളും അല്ലാഹു തന്നില്ലയോ? മക്കളെ തന്നു, ഭാര്യയെ തന്നു, ഭർത്താവിനെ തന്നു. നാട്ടിലുള്ള എല്ലാ സുഖാഡംബരങ്ങളും എല്ലാം റബ്ബ് തന്നിട്ട് ആ റബ്ബിനെ മനസ്സിലാക്കി എപ്പോഴും ആ റബ്ബിനെ ഓർത്ത് ജീവിക്കുന്ന ഒരു ജീവിതമാണോ നിനക്കുള്ളത്? ആരാരുമില്ലാത്ത ഖബറാകുന്ന മണ്ണറക്കുള്ളിൽ അവിടെ നിന്റെ സഹായിയായി റബ്ബെത്തുന്നതാ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ 7 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങളുടെ ഖബർ പ്രകാശിക്കുമെന്ന് മഹാരഥന്മാർ. അതുകൊണ്ട് അത് പ്രകാശിക്കാൻ കാരണമായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്ത് ജീവിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഈ 7 കാര്യങ്ങൾ വളരെ കൃത്യമായി വളരെ വിശദമായി ഓരോ എപ്പിസോഡുകളിൽ ഇൻഷാ അല്ലാഹ് വരും. അല്ലാഹു പറയാൻ എനിക്കും കേൾക്കാൻ നമുക്കും നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ നമുക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നാളെ ഇത് മനസ്സിലാക്കി നാളെ ഖബർ പ്രകാശിച്ച് അല്ലാഹുവിന്റെ പരലോകത്ത് ഒരുമിച്ച് കൂടി വിജയിച്ച മുത്തഖീങ്ങളിൽ അല്ലാഹു പെടുത്തി തരട്ടെ. ആഖിറു ദഅവാനാ വദഅവാഹും അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.